5 ലക്ഷം 5 ലക്ഷം പറ പറ. എടാ പറ, വണ്ടി കയറുന്ന ഞാൻ അവിടെ കാറ് വാങ്ങിക്കണേ പറ്റി പറഞ്ഞോണ്ടിരിക്കുമ്പോ നീ കാര്യമായിട്ടാണ് പറ. പൈസ ഇല്ല വേണ്ട വേണ്ട വേണ്ട. എടാ ആദ്യം എനിക്ക് കാറ് കണ്ടപ്പോൾ മനസ്സിലായില്ല, പിന്നെ ഈ കാറ് എനിക്ക് അന്ന് മനസ്സിലായി. ഞാൻ അവനും കൂടെ അന്ന് ഏതോ ഒരു ഹാർബർ, രണ്ടാമത്തെ ഹാർബർ എടുത്ത അലവിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാണ്ട് ഈ സാധനം കണ്ട, ഈ ഒരു വെള്ള സാധനം ടയറിൻ്റെ ഇങ്ങോട്ട് ഇടത്തോട്ടായിട്ടുള്ള അത് കണ്ടാണ് എനിക്ക് അന്ന് മനസ്സിലായത്. അങ്ങനെ കിട്ടി ഫ്രീ ആയിട്ട്. അന്ന് 6 ലക്ഷം രൂപ ഞാൻ ഓഫർ ചെയ്തേനെ. 6 ലക്ഷം 10 കൊടുത്തേനെ, 15 കൊടുത്തേനെ ചിലപ്പോൾ. അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടേനെ, ആ കളറൊക്കെ അടിച്ചൊന്നും ഇഷ്ടപ്പെട്ടേനെ. ഇന്ന് വേറെ ഫ്രീ ആയിട്ട് മനസ്സിലായി. എനിക്ക് അവന്മാർ ചോദിച്ച് എൻ്റെ പ്ലേസ് സ്ലോട്ടില്ലായിരുന്നു. 20 കാറുണ്ടായിരുന്നു. 2 കാർ എനിക്ക് ആ കൂടി വേണ്ടതായിട്ടുള്ളൂ. ഒന്ന് ലൈറ്റ് വെച്ചെടുത്ത് കളഞ്ഞു, വെള്ളം എടുത്തെടുത്ത് കളഞ്ഞേനെ. എനിക്ക് അവന്മാരുന്ന് ഒന്നെങ്കിൽ അവന്മാരിങ്ങനെയാണ് പറഞ്ഞ, ഒന്നെങ്കിൽ പ്ലേസ് സ്ലോട്ട് ഇത് പ്ലേസ് സ്ലോട്ടിലോട്ട് വെക്കണം, അല്ലെങ്കിൽ വിറ്റോ 62,000 രൂപയായിരുന്നു. അതായത് ഈ കാർ എനിക്ക് വേണ്ടെങ്കിൽ അവന്മാർ 62,000 രൂപ ഇങ്ങോട്ട് തരാമെന്ന്. മനസ്സിലായില്ലേ ചേട്ടാ? അങ്ങനെ എൻ്റെ അടുത്ത് അവന്മാർ പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് നോക്കിയുള്ളൂ, 5-10 മിനിറ്റ് മുന്നേ ഗെയിം ജസ്റ്റ് ഒന്ന് കയറിയപ്പോഴാണെങ്കിൽ ഈ കാറാണെന്ന് മനസ്സിലായി. അപ്പം തന്നെ ലൈവ് ഇട്ട് നോക്കട്ടെ. എടാ ഇതിൻ്റെ ഇൻറ്റീരിയർ, അതിൻ്റെ ഇൻറ്റീരിയർ എനിക്ക് കാണാൻ പറ്റൂലായിരുന്നല്ലോ എൻ്റെ ഈ കാറില്ലാത്തതുകൊണ്ട്. ഇൻറ്റീരിയർ നോക്കട്ടെ, ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കട്ടെ. ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കട്ടെ. ഇൻറ്റീരിയർ ഞാൻ നോക്കട്ടെ. ഇൻറ്റീരിയർ ചേട്ടാ, ആ കാറിൻ്റെ, എൻ്റെ കാറിൻ്റെ കണ്ട അവിടെ ഇതൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. ഓ ചാറ്റ് സീരിയസ്ലി എടാ, ഇത് വേറൊരു കാർ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഡബ്ല്യു ചാറ്റ്, സീരിയസ്ലി ഡബ്ല്യു ചാറ്റ്. അതെന്താടാ അത്? കണ്ടാ നിക്കേ ഒത്തിരി ഗ്രാഫിക്സ് പൂർണ്ണാരമായി. എടാ ഇത് കണ്ട, പീ മാറ്റിട്ട് കണ്ടാടോ, അത് ഡബ്ല്യു കണ്ട ആ സംഭവം. എടാ ഈ സംഭവം ഡബ്ല്യു ചാറ്റ്, ഈ സംഭവം ഡബ്ല്യു കണ്ട. ഈ ഒരു ഇത് മൊബൈൽ മറ്റേ GPS പോലെ കാണിക്കണടാ അതിൻ്റെ അകത്ത്. എടാ ഇതിൻ്റെ അകത്ത് GPS പോലെ കാണിക്കണം ചാറ്റ്. ഡബ്ല്യു കാർ ചാറ്റ്, ഡബ്ല്യു ഓർ വാട്ട് കിഡിലൻ കാറ്. അവിടെ കണ്ട നമ്മൾ പോണ വഴി ഇതിൽ കൂടെ നോക്കി അറിയാടാ. അത് എടാ ഒറിജിനാലിറ്റിയുടെ ഭയങ്കര അത് കിട്ടില്ല കേട്ടോ. അത് സംഭവം കൊള്ളാം. ഓ മൈഡിച്ച് എടാ, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. കിട്ടില്ല, അതിൻ്റെ അഹം കൊള്ളാം കേട്ടോ. ഈ കാറിൻ്റെ അഹം ഡബ്ല്യു, ഈ കാറിൻ്റെ അഹം കിടിലോടാ. അത് കണ്ട എടാ, ഇത്രയും നല്ല വണ്ടി. എടാ ഇത്രയും നല്ല വണ്ടിയാടാ ചാറ്റെ, എടാ ഇത് നൈറ്റ് ഡ്രൈവിന് ഏറ്റവും ബെസ്റ്റ് വണ്ടിയെ. ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, നൈറ്റ് ഡ്രൈവിന് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വണ്ടി. എടാ ഇതിൻ്റെ ബേഗൊക്കെ കണ്ട തിളങ്ങനാടാ. ഇത് എന്ത് എടാ, ഇതെന്ത് വണ്ടിയാടാ ഇത്? ഏത് എൻ്റെ പൊന്നോ കിടില സാധനം കേട്ടാ, കിടിലൻ വണ്ടി. എടാ ഞാൻ കിടിലൻ വണ്ടിയാടാ സീരിയസ്ലി ചാറ്റ്. ഡബ്ല്യു വണ്ടി ചാറ്റ്, ഡബ്ല്യു വെഹിക്കിൾ ചാറ്റ്. എടാ ഇതെവിടെ ഞാൻ ഇങ്ങ വന്നാ. എടാ അത് നൈറ്റ് ആയതുകൊണ്ട് വഴിയൊക്കെ തെറ്റിച്ചെന്ന് ഇങ്ങോട്ട് കയറിയാണ്. എടാ ഇങ്ങ് ഞാൻ വന്നാ. എടാ ഈ സംഭവം ഈ കാർ എടാ ഇത് കണ്ടാ. എടാ ഇതിൻ്റെ അകത്ത് ഇട്ടടാ, ഇത് കാണിക്കോടാ. കണ്ട നമ്മൾ ഈ അത് ഇടിച്ച്. എടാ ഇത് കണ്ടാ, നമ്മൾ എത്ര സ്പീഡിൽ പോകണമെന്ന് അതിൻ്റെ ഇവിടെ എഴുതിയിട്ടുണ്ട്. മറ്റേ 30, 40, 60, 70. ഇത്രയും നല്ല വണ്ടി എനിക്ക് ഫ്രീക്ക് കിട്ടി. അത് ഈ വണ്ടി തന്നെ എനിക്ക് ഫ്രീക്ക് കിട്ടി. നീ ഒരു ഫോട്ടോ എടുക്കണം, ഇവിടെ വെച്ചെടുക്കണം, കുറേ എടുക്കാണ്ട് ഫോട്ടോ എടുക്കണം. ഇത് ആദ്യം റിപ്പയർ ചെയ്തിട്ട് കണ്ട, ഇതിൽ കറക്റ്റ് കാണിക്കുന്നുണ്ട് സംഭവങ്ങളെല്ലാം. ഈ ഫോട്ടോ എടുക്കണോടാ, എനിക്ക് ഇവിടെ വെച്ച് തന്നെ ഒരു ഫോട്ടോ എടുക്കണം. ആ മോഡിഫിക്കേഷൻ പരിപാടിയിലോട്ട് ഇറങ്ങാം. ഈ കാറിന് വേണ്ടി ചിലവാക്കില്ല, പിന്നെ വേറെ ഏത് കാറിനാണെങ്കിൽ ചിലവാക്കാൻ പോകണം. മെയിൻ്റനൻസ് അല്ല, വിഷ്വൽ കുണ്ണ അതിൽ വാ. അതിൽ പെയിൻറ്റും അത് പിന്നെ നോക്കാം. 90 രൂപയ്ക്കടാ, അതാണ് നല്ലത്. 90 രൂപയ്ക്കല്ലേ, 90-ൻ്റെ തന്നെ വയ്ക്കാം. 90-ൻ്റെ വയ്ക്കാടാ, 90-ൻ്റെ വയ്ക്കാം. പെയിൻറ്റിൽ പോയിട്ട് എടാ ഈ കളറിന് കൊള്ളാമല്ലേ എത്തിക്കൂടാ. എടാ ഇത് എത്തിക്കൂടാ കൊള്ളാമല്ലേ ഇത്, ഈ കളറ്. ഇനി എൻജിൻ വരട്ടെ. എൻജിനിൽ ഇവിടെ ഓൾറെഡി ടർബോ ചാർജ് ഇരിപ്പുണ്ടല്ലേ. ഇത് വയ്ക്കാടാ, ഇത് വയ്ക്കാം. സെറ്റ് എൻജിൻ മാർക്കറ്റിൽ 23,000, 38,000 അല്ല 3 ലക്ഷവും അല്ല 38,000 തന്നെ. 29,000, 28,000. എടാ ഇത് വയ്ക്കണം. 1,48,000 രൂപ വരെ എൻജിൻ വയ്ക്കാൻ ചാറ്റേ. സെറ്റ്. എടാ ഇതിലിനി വേറെ എന്ത് ചേഞ്ച് വരുത്താൻ പറ്റും? ഇതിലിനി വേറെ ചേഞ്ച് വരുത്താന്നെങ്കിൽ വിഷ്വൽ ടേണിങ്ങിൽ
ടയർ ടയർ വച്ചില്ലല്ല. ടയറും പുണ്ണേന്ന് വയ്ക്കാനാണ് ഇത്ര നിന്ന് ടയറൊക്കെ ഇട്ട്. എടാ ഇതിൻ്റെ ടയർ ഓൾറെഡി ഇപ്പോൾ കുഴപ്പമില്ല. പക്ഷെ വേറെ വയ്ക്കാം. എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. തിരിക്കട്ടെ. ടൂറിങ്ങിനാണ് ബെസ്റ്റ്. കാറിന് സർവീസ് എൻജിൻ വെച്ചോണ്ടിരിക്കുകയാണ്. എൻജിൻ 29% ആയിട്ടുണ്ട്. ബോഡി ഞാൻ ഒരു നല്ല സെറ്റാക്കിയില്ല. ബോഡി ഇനി ഇവിടെ അല്ലെ ആകാശ നീല വേണോ? ആകാശ നീല വേണോ? ആകാശ നീല ഇതിൻ്റെ അകത്ത് ഉണ്ട്. അതിന് ഇത് യോ ചാറ്റ് എടാ ഇത് കൊള്ളാം ഇല്ലടാ. ഇപ്പം സെറ്റായി. ഓക്കെ ഇപ്പം സെറ്റ്. എടാ എൻജിനും വെച്ചിട്ടുണ്ടല്ലേ? ഓക്കെ എൻജിന് സെറ്റായിട്ടുണ്ടേ. ഓ ഇറങ്ങിയപ്പോൾ തന്നെ ഈവനിങ്ങിൻ്റെ ഐശ്വര്യം. ഇതിൻ്റെ സൗണ്ട് ശ്രദ്ധിച്ചോട്ട്. എൻജിൻ്റെ എടാ അത് കണ്ട ആ ഒരു കുറച്ച് മോഡിഫൈ ചെയ്യും പരിപാടി കാണാം. ഇപ്പം 300 കയറി. 330 350 370 400 എടാ 400 എടാ 420 എടാ. പക്ഷേ അത് ഇന്നലെ ഇടിച്ചുകൊണ്ടോണേ. അങ്ങോട്ട് പോകണം. എനിക്ക് നേരെ പോയിട്ട് വളഞ്ഞ് ഇങ്ങോട്ട് വരാം. അതാണ് നല്ലത്. അപ്പം കളർ വേണേൽ പിന്നെ ചേഞ്ച് ആകാം കേട്ടോ. മുന്നൂറ്റി 420 420 430 430 435 നോക്കട്ടെ. ഏതൊരു മാക്സ് അവിടെ എൻ്റെ സ്പീഡ് നോക്കട്ടെ. 440 ഇത് എന്ത് കാറിത് നോക്കട്ടെ. 440 442 443 443 എടാ അങ്ങ് എത്തി. ഓ ലൊട്ട 444 എടാ ഇടിച്ചു. ഓ അതെന്ത് ഇടിയാ ഇടിച്ചോ ലൊട്ട. എടാ 444 ടോപ്പ് സ്പീഡ് ചാറ്റ്. ടോപ്പ് സ്പീഡ്. എൻ്റെ മെക്ലാരൻ ഈ ലെവലിൽ കയറിയിട്ടില്ല. മനസ്സിലായില്ലേ? മെക്ലാരൻ ഓൾറെഡി അവന്മാരനെ സെറ്റാക്കി വച്ചിട്ടുണ്ട് ചാറ്റ്. എടാ എനിക്ക് ടർബോ അല്ലേ ഇപ്പം? ഓ എക്സോസ്റ്റ് അല്ലേ ഇപ്പം? അത് നോക്കട്ടെ. എക്സോസ്റ്റ് പൊട്ടിയല്ലേ അത്? എടാ ഇതങ്ങ് ഒഫീഷ്യലാക്കിയാലേ ഈ വണ്ടി. ഇത് വണ്ടി എടാ. എന്ത് കാർ എടാ അതെന്ത്. ഓ എന്ത് കാർ ചാറ്റ് ചെയ്ത് ഇടാ ചാറ്റ്. W വണ്ടി ചാറ്റ്. ഇൻറ്റീരിയർ എന്ന് വെച്ചാൽ തീ ഇൻറ്റീരിയർ. കിടില ഇൻറ്റീരിയർ മനസ്സിലായില്ലേ? കിടില ഇൻറ്റീരിയർ. അതിൻ്റെ ഇൻറ്റീരിയറും W വണ്ടിയും W. സ്പീഡ് എന്നൊക്കെ വെച്ചാൽ ടോപ്പ്. ഇത് വണ്ടി ചാറ്റേ കണ്ട. ഈ ഇൻറ്റീരിയർ എന്ന മറ്റേ ഇല്ല. മറ്റേ വേറൊരു വണ്ടിക്ക് ഞാൻ കണ്ടിട്ടില്ല ഈ ഇൻറ്റീരിയർ ഈ സംഭവം ഒന്നും കണ്ട. ഭയങ്കര റിയാലിറ്റി ഒറിജിനൽ ഐറ്റം. ഒറിജിനൽ സാധനം ചാറ്റേ. കിട്ടില്ല. W വെഹിക്കിൾ എടാ ഇത്രയും കിടിലാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല ചേട്ടാ. ഞാൻ കുറച്ച് മോഡിഫൈ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഇത്രയും എടാ മോഡിഫൈ പരിപാടി എൻജിൻ മാറ്റണത് ഈ ടർബോയുടെ പരിപാടി മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ടർബോ ചെയ്ത് ആ ചെറിയ ചേഞ്ച് വരുത്തിയേ ഉള്ളൂ. അതിന് മുന്നേ 200 സംതിങ് കയറിയായിരുന്നു. ഇപ്പോൾ ഒറ്റടി 450 ആ ലെവൽ കയറി ചാറ്റ്. W വണ്ടി ചാറ്റ്. എക്സോസ്റ്റ് പൊട്ടണാണ്ട. എക്സോസ്റ്റ് ആണ് എൻ്റെ. എന്ത് എക്സോസ്റ്റാ ഇതിൻ്റെ? ഇത് എന്ത് എക്സോസ്റ്റ്? ഇത് ഏത് ഇത്രയ്ക്ക് വണ്ടി? ഇത് എന്ത് വണ്ടി ഇത് ഇത്രയും നാൾ നീ എവിടെയായിരുന്നു നീ? എടാ വണ്ടി എടാ കുണ്ണെ നീ ഇത്രയും നാൾ എവിടെയായിരുന്നു? ഈ വണ്ടി എന്തോന്ന് വണ്ടി? എടാ ചാറ്റ് സീരിയസ്ലി ഞാൻ റിയലി W ടോപ്പ് വണ്ടി. ഞാൻ ചുമ്മാ പറയണല്ലേ. ഇത് ടോപ്പ് സാധനം വെച്ചാൽ ടോപ്പ് സാധനം. എൻ്റെ എക്സോസ്റ്റ് പൊട്ടണതാണെങ്കിലും ഇതിൻ്റെ എൻജിൻ ഇൻറ്റീരിയർ സ്പീഡ്. ഇതെന്ത് കാർ? ഇത്രയും നാൾ നീ എവിടെയായിരുന്നു? ഒളിച്ച് കിടന്നാടാക്കുന്ന ഇത്രയും നാൾ നീ കാറുകളുടെ ഇടയിൽ. കിടിലം എടാ നീ W എടാ. എൻ്റെ ഒഫീഷ്യലേ കേട്ടാ ഒഫീഷ്യൽ കാറുകളുടെ എണ്ണത്തിൽ ഇതിനെ കയറ്റിയിട്ടുണ്ടേ.
ഒഫീഷ്യൽ കുറേ 3-4 കാറുണ്ട്, അതിൻ്റെ അകത്ത് ഈ കാറ് കയറി. ഞാൻ അത്രയും ഡബിളി വണ്ടി തന്നെ, അത്രയും ഡബിളി വണ്ടി തന്നെ നീ ഇവിടെ. ഇതാണ് വണ്ടി, മനസ്സിലായില്ലേ? ഇതാണ് വണ്ടി. ഇവിടെ എന്ത് എടാ റീഫ്യൂവൽ കാറാ എടാ. അത് ഇത്രയും സ്പീഡിൽ പോയാൽ പിന്നെ ഇന്ധനം തീരൂലേ മുമ്പാനായിട്ട്. എടാ പെട്ടെന്ന് എടാ ഇടിച്ച ഇടിച്ച് എടാ എക്സോസ്റ്റ് അതിനിടയിൽ പൊട്ടണ്. എടാ വെള്ളത്തിൽ പോലെ ചാറ്റേ ബ്രേക്കും ഓക്കെയാണേ. എടാ ബ്രേക്കും ഡബ്ല്യേ കാരണം വെച്ചാലേ ഞാൻ അവിടെ നിന്ന് വന്ന സ്പീഡ് കണ്ടല്ല, ബ്രേക്ക് ഞാൻ ടെസ്റ്റ് ചെയ്തല്ല ഇപ്പം അൺഎക്സ്പെക്റ്റഡായി ടെസ്റ്റ് അൺഎക്സ്പെക്റ്റഡേ. അത് കണ്ട അവിടെ നിന്ന് പറന്ന് വന്നിട്ട് എക്സോസ്റ്റ് പൊട്ടി, മനസ്സിലായി? സ്പീഡപ്പ് ഇതായി. എന്നിട്ട് ബ്രേക്ക് പിടിച്ചപ്പോൾ കറക്റ്റ് അങ്ങ് നിന്ന്. സീരിയസ്ലി ചാറ്റ് ഡബ്ല്യു വെഹിക്കിൾ ചാറ്റ് കേട്ടോ. എക്സോസ്റ്റ് പൊട്ടണയൊക്കെ തീയായിട്ടുണ്ട്. ആ എഞ്ചിൻ്റെ സാധനവും കൊള്ളാം കേട്ടോ. ഇതെന്തോ ഇത് അവിടെ വഴി മാറിപ്പോയി. റോഡെവിടെ പറന്ന് ഡബ്ല്യു വെഹിക്കിൾ ചാറ്റ് കേട്ടോ. എക്സോസ്റ്റ് പൊട്ടണയൊക്കെ തീയായിട്ടുണ്ട്. ആ എഞ്ചിൻ്റെ സാധനവും കൊള്ളാം കേട്ടോ. ഇതെന്തോ ഇത് അവിടെ വഴി മാറിപ്പോയി. റോഡെവിടെ പറന്ന് മരപ്പന്നീര മോൻ്റെ മറ്റേ ഇലേനെ പറയിലിടിച്ച് മയിര്. അളിയ ഞാൻ 3 മണിക്ക് വരാം. ഡിസ്കോഡ് ആക്കിയിട്. എക്സോസ്റ്റ് 3 എന്ന് വെച്ചാൽ തീ. ഈ കാറാണ് എൻ്റെ ഇരിക്കുന്നത്. നീ ഒരു കുണ്ണയും പറയണ്ട. നീ ഈ കാർ നിൻ്റെ കൈ ഇരുന്നിട്ട് യവ സത്യം പറഞ്ഞ് എല്ലാണ് ചാറ്റെ. എല്ലാണ്. ഇത്രയും നല്ല കാറിന് എങ്ങനത്തെ കാറാണ് അവന് മുന്നേ അറിയാം. ഈ കാർ ഇവൻ്റെ മുന്നേ അവൻ്റെ കൈ ഇരിപ്പുണ്ട്. എന്നിട്ട് ഒരക്ഷരം ഈ കാറിനെ പറ്റി പറഞ്ഞിട്ടില്ല. മനസ്സിലായി? എൻ്റെ ഇരിക്കണ കാറിനെ എല്ലാം ഞാൻ പറയും. ക്യാപ്റ്റൻ്റെ അടുത്ത് പറയും, ഇവൻ്റെ അടുത്ത് പറയും. നിങ്ങൾക്കറിയാം ചാറ്റെ, ഒരക്ഷരം ആ കാര്യങ്ങൾ ക്യാപ്റ്റൻ ബെസ്റ്റാണ്ട്രാ. ക്യാപ്റ്റൻ ഇങ്ങനത്തെ കേസിലൊന്നും എൽത്തരം കാണിക്കൂല. അതിപ്പോൾ തീർച്ചയായും പോയാനല്ലേ. ഈ കാര്യത്തിൽ എല്ലാണ് ചാറ്റ്. ഞാൻ കാര്യം പറയുമോ, അത് സത്യം പറഞ്ഞാൽ വലിയ എല്ലാണ്ട്രാ. വീഴല് ചാറ്റെ, വീഴല്. കുണ്ണ വീഴലെന്ന് പറഞ്ഞാൽ നീ വീഴോടാ മയിലേ. മയിലിൻ്റെ അങ്ങനെ ചാടാൻ നോക്കിയാലാ. അങ്ങനെ ചാടി അത് എത്തു പോണേ ചാറ്റെ. ഞാൻ കാര്യമായിട്ട് പറയുവാണ്. അത് ഡബ്ല്യു ആയിട്ട് അങ്ങനെ എത്താൻ പറ്റുമോ ചാടി? ജസ്റ്റ് മിസ്സായി. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. താഴെ പോയടാ അതിൻ്റെ താഴെ പോയി പറയും. ഇതിൻ്റെ മോളിൽ എങ്ങനെയാ കയറും? എനിക്കിൻ്റെ മോളിൽ കയറുന്ന ട്രൈ ചെയ്യണം. അതിൻ്റെ മോളിൽ കയറാൻ ട്രൈ ചെയ്യണം. എനിക്ക് മുകളിലോട്ട് കയറാം. ആ മുകളിലോട്ട് കയറിയിട്ട് അവിടെ നിന്ന് ജമ്പ് ചെയ്യാൻ നോക്കാം. എന്ത് വ്യൂടാ, ഇതെല്ലാം വ്യൂ. ഇടിക്കലടാ ലാഗ് കുണ്ണേനെ മോനെ. ചേട്ടാ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ചെറിയൊരു ലാഗുണ്ടേ. പുണ്ട. റോഡ് കണ്ടാടാ. ഞാൻ ഇങ്ങെത്തിപ്പോയടാ. അവിടെ നിന്ന് കണ്ടാ. ഇവിടെ വരണം. എനിക്കൊന്ന് റിപ്പയർ ചെയ്തിട്ട് പോടാ. എന്തായാലും റിപ്പയർ ചെയ്തിട്ട് പോവാ. തൊട്ടടുത്തടാ. ഇല്ല ഞാൻ ഒരുപാട് പുറത്ത് ചോദിച്ചു. തൊട്ടടുത്തോ. ഇവിടെ കടയൊന്നുമില്ല, അണ്ടി കടയൊന്നുമില്ല എനിക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. കച്ചവടമൊന്നുമില്ല ഇവിടെ. അവിടെ എൻട്രാ ചെയ്ത് അവിടെയാണ് അവൻ്റെ ടയർ. അത് 3000 രൂപ. നല്ല ചിലവൻ പറയത്തില്ല. അതിൽ ആവശ്യം വന്നാലേ ടയർ കുത്തി. അവിടെ എവിടെയൊക്കെ ഇടിക്കുന്നത് എന്ത് ലൊട്ട. ഈ സ്ഥലത്ത് ഞാൻ വന്നിട്ടില്ലടാ. ഇടിക്കല്ലേടാ പുണ്ട. എന്താ അവരാത് ഇത് അവിടെ. ഇല്ല കുഴപ്പമില്ല. എന്തായാലും അവിടെ നിന്ന് ജമ്പ് ചെയ്യിക്കാവുള്ളപ്പം കുറച്ച് തട്ടും മുട്ടോ ചെയ്യുമല്ലേ. ഈ സ്ഥലം ഒന്ന് സ്പോട്ട് ചെയ്ത് വെച്ചേ. എന്ത് വഴിയൊക്കെ ചെറിയ ഇതാവണം, കൺഫ്യൂസ് ആവണം. ഇങ്ങോട്ട് ഞാൻ വന്നില്ല കേട്ടാ.
കൺഫ്യൂസ് അടുപ്പിക്കണായിട്ട് കുണ്ണാന്നും പറഞ്ഞുകൊണ്ട്. ഏടാ അവിടെ ഇടിച്ചൊരസല്ലേ, ഇതെന്ത് ലൊട്ട. ഓക്കെ എടാ ഇത് ടോപ്പാണ്, ഇതിൻ്റെ താഴെയാണ് മറ്റേതുള്ള. അല്ലടാ ഇതിൻ്റെ മോളിൽ ഒരിതുണ്ടെന്ന് തോന്നുന്നു കേട്ടാ. ഞാൻ നേരത്തെ അപ്പോൾ എവിടെ നിന്നാ ഞാൻ ജമ്പ് ചെയ്യാൻ നോക്കിയിട്ട് അത് കാണുന്നില്ലടാ. അത് എവിടെ പോയിട്ട് നോക്കാം പിന്നെ. എടാ അത് ഇടിച്ച് എടാ നേരത്തെ ഞാൻ വേറെ ഏതാ ഈ ഇങ്ങോട്ട് ചെന്നും തെറിച്ച് വീണില്ലേ, ഈ പ്രദേശങ്ങളിലോട്ട് പ്രദേശങ്ങളിലോട്ട് ചെന്ന് തെറിച്ച് വീണില്ലേ. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വഴിതെറ്റി വന്നപ്പോൾ ഏതാ ടോപ്പ് ഇടത്തോട്ടാണ് ഞാൻ ചെന്ന് കയറുക കേട്ടാ. ഇപ്പം ആ സ്ഥലം എനിക്ക് കിട്ടാനില്ല കറക്റ്റ്, ചുമ്മാ അല്ല. വണ്ടിക്ക് വേറെ അല്ല, വണ്ടിക്ക് വലിയ സീനൊന്നുമില്ല. എടാ വഴി എടാ എന്ത് ലൊട്ടയാണ്. ഞാൻ ഇപ്പം ഞാൻ 5 മിനിറ്റ് മുന്നേ ഇത് റിപ്പയർ ചെയ്തേണ്ടാ. ഇവന്മാരെന്താണ് ഇടിക്കാനായിട്ട് കുറേ ഇത് സാധനങ്ങളവിടെ കൊണ്ടുവച്ചിട്ട് സ്പീഡ് വണ്ടി ഓടിക്കുന്നവരെങ്ങനെ പിന്നെ വണ്ടി ഓടിക്കും. എന്ത് ലൊട്ടത്തരം ചാറ്റ്, എന്ത് ലൊട്ടത്തരം ചാറ്റ്, എന്ത് ലൊട്ടത്തരം ചാറ്റ്. ഓക്കെ ഇനി ഇവിടെ നിന്ന് വളയ്ക്കണമല്ലേ. എടാ ഇടിക്കല്ലേടാ, നേരെ മോനെ ഇടിച്ചല്ലേടാ വെഹിക്കിളെ ചാറ്റ്. എടാ ഇടിക്കൽ. എടാ എനിക്ക് തോന്നിയ റൂട്ട് മാറി കണ്ട. ഈ റൂട്ടൊന്നും അല്ല പോകാനുള്ളത്. ഇത് എന്താണ് ഇതേട്ടാ, നേരെ സ്ട്രെയിറ്റ് റോഡ്. ഈ റോഡ് ഒന്ന് മാർക്ക് ചെയ്യട്ടെ. ആ ഇതാണ് റോഡ്. ഇതിൻ്റെ ടോപ്പ്. എനിക്ക് ആ റൂട്ട് നോക്കട്ടെ. ഇതിൻ്റെ ടോപ്പ് ഇതാണ് സ്ഥലം. ഇവിടെ നിന്നാണ് ഞാൻ നേരത്തെ ചാടാൻ നോക്കിയത്. ആ കറക്റ്റ് കണ്ട, കറക്റ്റ് ആണ്ട്രാ. അതേണ്ട ഇവിടെയാണ് ഞാൻ വരേണ്ടത്. എന്നിട്ട് ഞാൻ അതിൻ്റെ താഴെ കൂടുതൽ നേരം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റൂട്ട് തെറ്റിപ്പോണം. ഈ ഒരു ഇടത്തിത്തിരി കുറച്ച് റോഡുകൾ സ്പ്ലിറ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അത് നല്ലോലം വഴി തെറ്റിക്കാൻ ഇതാവൂടാ കാരണവും. സീരിയസ്ലി ചാറ്റ്, സീരിയസ്ലി. ആ ഇത് തന്നെ. എടാ എൻ്റെ വണ്ടി കണ്ടാ ചാറ്റേ, വേക്ക് പോയടാ, വേക്ക് പൊട്ടി. അത് കുഴപ്പമില്ല, റിപ്പയർ ചെയ്യണമെങ്കിൽ ഇനി അങ്ങ് പോകണ്ടേ. അതാണ് എല്ല് ചാറ്റ. റിപ്പയർ ചെയ്യണമെങ്കിൽ അങ്ങ് അതിന് പോകണം. പുണ്ടച്ചി റോഡിൻ്റെ കുറച്ച്. എടാ ഞാൻ ഒന്ന് റിപ്പയർ ചെയ്തിട്ട് വരാടാ. റിപ്പയർ ചെയ്തിട്ട് എനിക്ക് ആ റോഡ് ഇപ്പം കിട്ടി. ഞാൻ മാർക്ക് വെച്ചിട്ടുണ്ടല്ലേ, പതിയെ വരാം. ഒരു ശ്രദ്ധിച്ച് റോഡൊക്കെ പതിയെ ശ്രദ്ധിച്ചോ. അങ്ങ് എൻ്റെ വീട്ടിൻ്റെ അവിടെ പോയിട്ട്, ഇവിടെ ഏതാണ്ട് എൻ്റെ വീടിൻ്റെ അവിടെ പോയിട്ട് ഞാൻ റിപ്പയർ ചെയ്തിട്ട് വരാം. വീട്ടിൻ്റെ അങ്ങ് കയറണ്ട, അവിടെ പമ്പുണ്ടല്ലോ, അവിടെ റിപ്പയർ ചെയ്യാൻ ഓപ്ഷനുണ്ട്. അങ്ങ് പോയി റിപ്പയർ ചെയ്തിട്ട് വരാം. ചെറിയ ഡബ്ല്യു വണ്ടി അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓ ഇപ്പം ഇതിന് മഞ്ഞടിച്ച് എല്ലാവും എന്തോ. ഓ 50,000 രൂപ ഓൾറെഡി മറ്റേ ക്ലെയിം ചെയ്യാനുള്ള. ഇവിടെ നിന്ന് പെട്ടെന്ന് പുറത്ത് കിടക്കട്ടില്ലേ, വണ്ടി ഫുൾ ഇതാവും, ഡർട്ടാവും, മഞ്ഞിൻ്റെ ഡർട്ടാവും. എനിക്ക് ഒരു സെക്കൻഡ്, അല്ല എനിക്ക് അവിടെ എത്തിയിട്ട് ചാറ്റോ. ഇല്ലെങ്കിൽ വണ്ടി ഇടിച്ച് തെറിച്ച അവസാനം ഉള്ള വഴിയും കൂടെ തെറ്റി തൊലഞ്ഞു. നേരത്തെ വേണം റൂട്ട് തെറ്റിപ്പോയി. ഈ ഇടത്തേക്ക് റൂട്ട് മനസ്സിലാക്കാൻ പാടായിരുന്നു. അങ്ങാട്ടാണ് ഇങ്ങോട്ടല്ല. അങ്ങാട്ടാണ്. ഞാൻ ചുമ്മാ ചുറ്റിയടാ. കണ്ട മെയിൻ റോഡ് ഇതാണ്. ഇവിടെ നിന്നാണ് ബാക്കി നമുക്ക് പോവേണ്ട, മനസ്സിലായില്ലേ? ചേട്ടാ അവിടെ നിന്ന് അങ്ങോട്ട് വീഴാൻ എത്തിപ്പാടാണ് കേട്ടോ. ഓ ഏടാ പോടാ കുണ്ണ. മാറ്റേ അടുത്ത വണ്ടി പന്നി. ഏടാ ഇനി ഞാൻ അത്രയും പോകണ്ട. ഇവന്മാരി വണ്ടി ഇതെന്ത് ലൊട്ട.
ട്രൈ ചെയ്യാൻ ചേട്ടാ, അവിടെ നിന്ന് വീഴാൻ ട്രൈ ചെയ്യാം, അവിടെ നിന്ന് വീഴാൻ ട്രൈ ചെയ്യാം. എടാ ഒരാളെ കൂടെ ശ്രമിക്കാം, ഒരാളെ കൂടെ ശ്രമിക്കാം. പറ്റും എനിക്ക് പറ്റും. അവിടെ എത്താൻ അത്ര സമയം എടുക്കുന്നേ ഉള്ളൂ, അല്ലാതെ വലിയ സ്കിനൊന്നും കാണില്ല. ഓ അവിടെ നിൽക്കടാ ലൊട്ടേ, ഇതെന്ത് എടാ കറക്റ്റ് അവിടെയാണല്ലേ ഉപ്പ. ഞാൻ ഇങ്ങോട്ട് ചാടിയിരുന്ന വീണേനെ ലൊട്ട പ്രവൃത്തിയായിപ്പോനെ. എടാ താഴെ വെള്ളത്തിൽ പോവല് പോയി ഇല്ല പോയില്ല പോയില്ല പോയി. എടാ റോഡിൻ്റെ സൈഡ് എന്ത് എന്ത് റോഡടാ നീ എടാ പോയി. എടാ ഞാൻ എടാ ഈ റോഡ് പണിത് മാറടാ മറ്റേ വഴിവേറി. ഇനി ഇത്രയും തിരിച്ചു പോകണം ചേട്ടൻ. സീരിയസ്ലി ചേട്ടൻ ലൊട്ടത്തരമായി പോയത്. അത് ഏകദേശം എത്തിയണ്ടാ. അത് എടാ ഏകദേശം എത്തിയാണ് ചാറ്റ്. എന്ത് ലൊട്ടയായത്, പക്ഷേ അത് ലൊട്ടയായിപ്പോയി. അത് ലൊട്ട പരിപാടിയായി പോയി ചാറ്റ്, ലൊട്ട പരിപാടിയായി പോയി. അത്രയും ഞാൻ എത്തിയല്ലേ, ഞാൻ അത്രയും എത്തിയിട്ട് എന്ത് ലൊട്ട പരിപാടി ചാറ്റ്, ലൊട്ട പരിപാടി. നേരെ കുറച്ച് പേര് ചാറ്റെ കുറച്ച് പേര് പറ്റും എടുക്കാൻ പറ്റും. ഇടിക്കല്ലും സീനില്ല നോക്കാം പറ്റും. ഒരുപാട് പോണ്ടല്ലേ, ലൊട്ടത്തരായി പോയത്, ലൊട്ടത്തരം. എടാ വീടല്ലേ, വെള്ളത്തിൽ പോവല്ലേ. അവസാനം എത്തിയടാ. ഞാൻ താഴെ കറക്റ്റ് ലാൻഡ് ചെയ്തടാ, റോഡിൽ തന്നെ വീണ്ടടാ. ടോപ്പ് റോഡ് കാണിച്ചു തരാം. അങ്ങനെ ഞാൻ പിന്മാറൂലടാ, കണ്ടാ നീയൊക്കെ. അങ്ങനെയൊന്നും ഞാൻ പിന്മാറൂല, കണ്ട ഇവിടെ നിന്ന് ഏട്ടാ കാണിച്ചു തരാം നിനക്കൊക്കെ. നീ ലൊട്ടത്തരങ്ങൾ പറയണടാ, ലൊട്ടകളെ അവൻ്റെ ഇത് കാണിച്ചോട്ടെ. ഇല്ല നീ ഞങ്ങൾ കുണ്ണേന്ന് പറയും. കണ്ടാ അവിടെ നിന്ന് കണ്ട, അവിടെ നിന്ന് സിറ്റി 2 നിന്ന് വരണ വഴിയിൽ താഴത്തെ റോഡ്, അവിടെ സേഫ് ലാൻഡിങ് നടത്തിയിട്ടുണ്ട്. അത് പിന്നെ അല്ല പിന്നെ സേഫ് ആയിട്ട് 3 തവണ ശ്രമിച്ച്, 3ാമത്തെ തവണ പറ്റി, 2 തവണ പറ്റിയില്ല. കണ്ട അവൻ്റെ കാർ സെറ്റാക്കി. എടാ അത് ഫ്രീക്ക് തന്നെ കിട്ടി, ഇത്രയും സെറ്റായി. ₹1 എനിക്ക് വലുതായിട്ട് ചിലവാക്കേണ്ടിരുന്നില്ല. എടാ അവന്മാര് തന്നടാ എനിക്ക്, അവന്മാര് ഫ്രീ ആയിട്ട് തന്നപ്പോ എനിക്ക് തന്നത്. ഓ ഫുള്ള് ബോഡി പാർട്ട് അവന്മാര് വച്ച് അവന്മാര് തന്ന് അതെനിക്ക് അറിഞ്ഞൂടാ. ഇനി സീപ്പമിന്റെ അടുത്ത് പറ, എനിക്ക് തന്ന്. എനിക്ക് ഞാൻ എഞ്ചിൻ വാങ്ങിക്കാൻ പോയ സമയത്ത് അവിടെ എക്സോസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഫ്രീക്ക് അവിടെ കിടപ്പുണ്ടായിരുന്നു. ഓ എക്സോസ്റ്റ് കാണിച്ചു. എന്റെ കാർപ്പാ എടാ എങ്ങനെ ഒമ്മര ലൈവ് നീ നോക്ക്. തുടക്കമല്ല ഒരു ചെയ്യാൻ പറ്റിച്ചായിട്ട്. ഞാൻ എഞ്ചിൻ വാങ്ങിക്കാൻ പോയ സമയത്ത് എക്സോസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ഇത്തി അപ്ഡേറ്റ് ചെയ്തുള്ള ₹5000 കൊടുത്ത്. അല്ലാതെ എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു എക്സോസ്റ്റ്. സത്യമായാലും എക്സോസ്റ്റ് ഉണ്ടായിരുന്നു. ആദ്യം വന്നപ്പോൾ എക്സോസ്റ്റ് ഉണ്ടെന്ന് കാണിച്ച്, അപ്പൊ ഞാൻ ഉള്ളതിനെ അപ്ഗ്രേഡ് ചെയ്താണ്. പിന്നെ ഉണ്ടായിരുന്നു, അതിനെ അപ്ഗ്രേഡ് ചെയ്ത് കാർ വാങ്ങി. അതെനിക്ക് അറിഞ്ഞു കളി, അതെനിക്ക് അറിഞ്ഞൂടാ. നീ സംശയം ലൈവ് നോക്ക്, നിനക്ക് ലൈവ് നോക്കിയാൽ വ്യക്തമായിട്ട് അറിയാമല്ലോ. നീ എന്ത് കളിയാ പറയണത്? അറബി കുണ്ണത്തരം പറയല്ലേ അളിയാ, കുണ്ണത്തരം പറയും. ലൈവിലെല്ലാം തെളിവായിട്ടുണ്ട്. ഞാൻ ഒരു ആക്കുമല്ല ചെയ്യണം, ലൈവിൽ തെളിവുണ്ട് ചാറ്റ്. അറബിക്ക് ഇല്ലടാ, അതുകൊണ്ട് പറയണേ. അറബിന്റെ കയ്യിൽ ഇല്ല,
അറബിയുടെ കയ്യിൽ ഇല്ല. ഇന്ന് സെറ്റാണ് അത് എങ്ങനെയാണ് കിട്ടണം ഇന്ന് നോക്കിട്ട് പറ്റുള്ളൂ. എന്താ അത് എങ്ങനെയാണ് അവന് കിട്ടണത് എനിക്കൊന്നും അറിയണം. നീ നോക്കില്ല, ഞാൻ എന്താ പറയാ, എനിക്ക് കിട്ടിയടാ. എനിക്ക് ലോഗിൻ ചെയ്തപ്പോൾ അവന്മാർ ഓൾറെഡി തന്നെ. എനിക്കൊന്നും വെച്ചാൽ ആദ്യം എക്സോ ഞാൻ കണ്ടന്റ് എനിക്ക് കിട്ടാനാണ് പിന്നെ എന്തായാലും ഇപ്പൊ അവന്റെ വണ്ടി സെയിം ആണ്. പക്ഷെ എന്താണ് ഇപ്പൊ ഡബിൾ അവന്റെ കുറച്ച് താന്ന് നിൽക്കും. അതെന്തായാലും ഡബിൾ ആയിട്ടുണ്ട്. അത് നീ അവന്മാരെടുത്ത് പറയാളി, അവന്മാരെടുത്ത് പറഞ്ഞേ നടക്കും. ഞാൻ ഇതിലൊന്നും ചെയ്യത്തില്ല. അതിലെ നോക്കി അതിലും കാണിച്ചില്ല എനിക്ക് എനിക്ക് കിട്ടി ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളതിനെ ഞാൻ മറ്റേ ഇതാക്കി എടുത്തേ. പ്രത്യേകിച്ച് വലിയ പരിപാടിയും ചെയ്യേണ്ടി വന്നില്ല. എഞ്ചിൻ ഞാൻ 150 എടുക്കേണ്ടി വന്നു. വേറെ വലിയ പരിപാടി ഞാൻ ചെയ്തില്ലടാ. എൻ്റെ എക്സോസ്റ്റിന്റെ വേറെ ബോഡി പാർട്ടിലും പോയി വലിയ ചെയ്യേണ്ടി വന്നില്ല വലുതായിട്ടൊന്നും. സീരിയസ്ലി ചാറ്റ് അറബിക്ക് ഓൾറെഡി ആട്ടോ ഷോ നടത്താൻ പറ്റാത്തതിന്റെ വിഷമം. പിന്നെ ഇതിന്റെ എക്സോസ്റ്റിന്റെ അസൂയ ചാറ്റ് അസൂയടാളി അറബി. എന്തോന്നളിയാ നിനക്ക് അവന്മാര് തന്നില്ല, ഞാൻ തരിക. നിനക്ക് അവന്മാര് തരാത്ത എന്തളിയാ? അവന്മാര് ചോദിച്ചു നിനക്ക് അവന്മാര് തന്നില്ലേ? നിനക്ക് തരാത്ത നിനക്ക് എന്ത്? എടാ നീ നോക്കിയാണ് ഗെയിമിൽ കാണും. നീ ഗെയിമിൽ പോയിട്ട് മറ്റേ എഞ്ചിൻ വാങ്ങണേൻ്റെ അവിടെ എക്സോസ്റ്റിൽ പോയി എടുത്താണ്. എക്സോസ്റ്റ് പോയാണ് ചിലപ്പോൾ നോക്കിയാണ് അവിടെ കാണും. നീ എഞ്ചിൻ എക്സോസ്റ്റ് വാങ്ങിക്കാനടുത്ത് പോടാ. എക്സോസ്റ്റ് വാങ്ങിക്കാനടുത്ത് പോ. ഇത് ലൈവിൽ തെളിവുണ്ട്. ഞാൻ ഒരു ഫ്രീക്ക് കിട്ടിയാണ് അറബി. കുണ്ണത്തരം പറയല്ലേ, ലൈവ് തെളിവാണ്. ഞാൻ ഒരു പരിപാടി ചെയ്യും, തെളിവാണ് ലൈവ്. അല്ലെങ്കിൽ ഞാൻ ലൈവ് കളർ അടിക്കണ തൊട്ട് വീലിന്റെ ഇത് ചെയ്യണ പോലും പുകയുടെ പരിപാടി എല്ലാം ലൈവിൽ കിടപ്പുണ്ട്. ഞാൻ അല്ലാതെ കാർ ഫുള്ള് ചെയ്തിട്ടല്ല കാണിച്ച, കാറ് തുടക്കം തൊട്ടുള്ള കാര്യം ലൈവിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് അതിൽ കള്ളത്തരമില്ല അളിയാ. എടാ ലോഗിൻ ചെയ്തപ്പോ തന്നടാ. നീ ലൈവ് നോക്കടാ. ഞാൻ കള്ളം പറഞ്ഞ നീ ലൈവ് നോക്കും. നിനക്ക് ലൈവ് നോക്കി എന്താ അറിഞ്ഞൂടെ? അതിൽ തുടങ്ങിയ ഒരു 10-30 മിനിറ്റിനകത്തൊക്കെ എവിടെയാണ്? അത് പവർ കൂടി തന്നെ തന്നു കേട്ടാ. പവർ കൂടി തന്നെ അങ്ങ് തന്നു. എനിക്ക് തോന്നുന്നു എന്റെ എഞ്ചിൻ മാറ്റണം ഒരു കേട്ടോ. ഇന്ന എഞ്ചിൻ ഇന്ന എക്സോസ്റ്റ് വാങ്ങിക്കാൻ പറ്റൂല. അങ്ങനെ വല്ല സംഭവം ഉണ്ടാകുന്നു പ്രത്യേകം. നിന്റെ വില കൂടി എഞ്ചിൻ തന്നെ ഇരിക്കണ. ഞാൻ എഞ്ചിൻ വെച്ചില്ല, എന്റെ വണ്ടി എഞ്ചിൻ വെച്ചില്ല. എടാ ഞാൻ സത്യം പറഞ്ഞല്ലേ, ഞാൻ ഈ വണ്ടി എഞ്ചിൻ വെക്കണതിന് മുന്നേ എന്റെ എക്സോസ്റ്റ് ഉണ്ടല്ല ഇത്തിരി ഇതിന്റെ വെച്ച് നോക്കുമ്പോ ഇത്തിരി ചെറുതായിരുന്നേ വണ്ടി. ചുമ്മാ അല്ല, അവൻ എഞ്ചിൻ പോലും വെച്ചിട്ട് ഇതുവരെ. എന്നിട്ട് എന്റെ അടുത്ത് പറയണ ഞാൻ ആക്കുന്നത് എന്തോ നാളിയല്ല. ഒട്ടത്തരം പറഞ്ഞ ആളിയാ എഞ്ചിൻ വയ്ക്ക് നീ. അല്ലെ 1.48 എഞ്ചിൻ വാങ്ങണേ. 1.48 പിന്നെ നീ എന്ത് വെച്ച് വാങ്ങിക്കാൻ വേണ്ടി ഇത് കൊള്ളാം. ചേട്ടാ ഇത് ഞാൻ ഒന്നും പറയാൻ കേട്ടാ. പൈസ ഇല്ല എന്ത് കളിയാ എന്തോന്നളിയാ. അതിൽ 1,48,520 എത്ര 520 രൂപ എത്രയുള്ള ഒരു സാധനം. 1,40,000 എന്റെ ആകുള്ളത് ഇത്ര 1,00,000 ഉണ്ടാ. എക്സോസ്റ്റ് കൊടുത്തടാ ഫ്രീക്ക്. അത് പവർ ആയിട്ടുള്ള എക്സോസ്റ്റ്. അത് അങ്ങനെയല്ല, എഞ്ചിനും കൂടെ വച്ചതിന് ശേഷമുള്ള എൻട്രാ. എഞ്ചിൻ കൂടെ വച്ചിട്ടാണ് എനിക്ക് അവർ ഇത് വന്നത്, പവർ കയറിയത്. ഇത് അടുത്ത കണ്ടന്റ് അറബി അമ്പരുന്ന്. എന്റെ എക്സോസ്റ്റ് കണ്ട് അറബി അമ്പരുന്ന്. അടുത്തത് എനിക്ക് 5,000 രൂപ. ആദ്യം എക്സോസ്റ്റ് ഒക്കെ സത്യം പറഞ്ഞ് സാധാ ഒരു നല്ല എക്സോസ്റ്റ് വാങ്ങണമെങ്കിൽ 10,000, 30,000, 40,000 നല്ല കിടിലം അങ്ങനെ ഒരു 50,000, 70,000 രൂപ വരെ വേണ്ടി വരും. ഇതെന്ന് വെച്ചാൽ എൻ്റെ നല്ല എക്സോസ്റ്റ് അവർ ആൾറെഡി തന്ന്. പിന്നെ അത് കുറച്ചൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രം 5,000 രൂപ ചോദിച്ചു. വെച്ചാൽ ബഗ്ഗും മറ്റേ അതിലെ കുഴലിൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ 5,000 രൂപ ചോദിച്ചേ ഉള്ളൂ. 5,000 രൂപ
എടാ ഓ അവന് 5000 എക്സോസ് ഉണ്ടോ 5000 എടാ അത് അപ്ഗ്രേഡ്, ചെറിയൊരു അപ്ഗ്രേഡ് വരുത്താൻ വേണ്ടി മാത്രമാണ്, മനസ്സിലായില്ലേ? അല്ലാതെ വലിയ രീതിയിൽ മാറ്റം വരുത്താനല്ല. അങ്ങനെയാണ്. എക്സോസിന്റെ ഓപ്ഷൻ എവിടെ കിടക്കണ്? എടാ അത് നീ എഞ്ചിൻ വാങ്ങണതിന്റെ തൊട്ടപ്പുറത്ത് നിനക്ക് എക്സോസ്റ്റ് ഓപ്ഷൻ കിടക്കണം പോലും അറിഞ്ഞൂടെ? ഇവിടെ എന്തോന്നായി പറയണ, എനിക്ക് അറിഞ്ഞൂടെ? എന്താണ് പറയണ? എന്തിനു പറയണ? നീ ഏത് വണ്ടിയിലാണ് നോക്കണ? ആ വണ്ടി തന്നെ. ശരിയായ വീഡിയോ അന്ന് അടിപൊളി ചാട്ടി. ഈ വണ്ടി ഓ ഫ്രീക്ക് എക്സോസ്റ്റ് ഒരു മാറ്റമില്ല. തെളിവ് ഞാൻ ലൈവ് കാണിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ അവന്റെ വണ്ടിയുടെ സൈഡിൽ ടയറിന്റെ ഇടത്തോട്ടായിട്ടൊരു വെള്ള സാധനം പോലെ ഉണ്ട്. അത് അതേ സെയിം സാധനം തന്നെയാണ് ഇത്. ഒരു മാറ്റവും ഇല്ല, സെയിം സാധനം. അന്ന് നീ ഞാൻ പോയി നോക്കിയപ്പോഴും ആ സെയിം സാധനം വണ്ടി അവിടെ ഉണ്ടായിരുന്നു. അതേ കറുത്ത വണ്ടി തന്നെയാണ് ഇത്. അതെല്ലാം ഞാൻ ആദ്യമേ നോക്കി. അതിനുശേഷമാണ് ലൈവിന്റെ കാര്യങ്ങൾ തന്നെ കടന്നത്. അതെല്ലാം നോക്കി. എടാ നിനക്ക് ഇത്രയും നാളെ എക്സോസ്റ്റ് എവിടെയാണ് വാങ്ങിക്കണെന്ന് അറിഞ്ഞൂടെ? ആ അത് വയ്ക്കൂ. നിനക്ക് എവിടെയെന്ന് അറിയാല്ല, പോയി വായിക്കും. നിനക്ക് അറിയുകയൊക്കെ ചെയ്യാം, നന്നായിട്ട് അറിയാം. വീട്ടിൽ എന്റെ മെക്ലാരന് പോലും ഇത്രയും പൊട്ടൂല. എന്റെ മെക്ലാരൻ ഇത്രയും പൊട്ടണില്ല. അത് എടാ ഇത് ഫ്രീ ആയിട്ട് തന്നെ ഇന്ന് പോസ്റ്റ് ഇടണം, ഇതിടണം ഇൻസ്റ്റയിൽ. എടാ എന്തായാലും ആട്ടോ ഷോ നടത്താൻ വേണ്ടിയിട്ട് വന്നിട്ട് ഒരു ഉപയോഗമെങ്കിലും ഉണ്ടായി. ഉണ്ണ വന്നില്ലെങ്കിൽ ഇതെങ്കിലും കിട്ടിയല്ലേ. അത് 4 എണ്ണം. 4 എണ്ണം സാധനം വണ്ടി കാണും. അവന്മാര് 2 എണ്ണമൊക്കെ മെയിനായിട്ടുള്ളിൽ വയ്ക്കും. 4 എണ്ണം അതാണ് എനിക്കറിഞ്ഞൂടെ. അത് പറക്കണം 450. അത് ഈ ഒരു കാർ 450. അതാണ് എൻ്റെ തല പെരുത്തോയി. 450 എന്ത് ഉണ്ടായിരുന്നു. എനിക്കിനി ഇതിനകത്ത് എയർ സസ്പെൻഷൻ കൂടെ വെച്ചാൽ മതി. എയർ സസ്പെൻഷൻ അതാ എഞ്ചിൻ നീ വാങ്ങിച്ചു വയ്ക്കി. നീ അത് പിന്നെ എഞ്ചിൻ ഇത്രയും നാളായിട്ട് നിന്റെ വണ്ടി ഇരുന്നിട്ട് നീ എഞ്ചിൻ വാങ്ങിക്കാൻ വെച്ചാൽ അറിഞ്ഞൂടെ കളിയാ? എന്തോന്നറിയാ പറയണ? അതല്ല ഞാൻ പറഞ്ഞു നേരത്തെ, വാങ്ങിച്ചു വയ്ക്കി. പൈസ ഉണ്ടേ, പൈസ 88 അത് ഉള്ളതിന് നല്ല ഓക്കെ വാങ്ങിക്കും. ലൊട്ട വരണില്ല, ഇല്ലെങ്കിൽ ക്യാപ്റ്റൻ എന്ത് വരാത്ത എന്തോ. എഞ്ചിൻ വെച്ചാലേ പറ്റുള്ളൂ കേട്ടോ. എഞ്ചിൻ വെച്ചാലേ പൊട്ടുള്ളൂ. അതെന്നടിയാ ഒറ്റ മൈൻഡ്. ഉള്ളേശത്തിനുണ്ടോ? ഞാൻ ഏറ്റവും ടോപ്പാണ് വാങ്ങിച്ചത്. നീ നോക്ക്, ഉണ്ടെങ്കിൽ വാങ്ങിച്ചു. അന്നേ ഞാൻ മേടിക്കാവുള്ള പറഞ്ഞപ്പോഴേ ഇപ്പൊ നമ്മളെ രണ്ടുപേരെ കയ്യിൽ സെയിം കാറാണ് ഇരിക്കണം. എടാ ഞാൻ അന്ന് അവന്റെ കയ്യിൽ ഈ നന്നായി തരാത്ത അന്ന് നീ എനിക്ക് കാർ വന്നിരുന്ന എന്റെ 5 ലക്ഷം രൂപയും പോവും, എക്സോസ്റ്റും കിട്ടൂല. ഇതേപോലെ ആയിരിക്കും എന്റെ വണ്ടി. ഇപ്പൊ കണ്ട നിന്റെ ഇരിക്കുന്ന വണ്ടിയിൽ 100 മടങ്ങാണ് എന്റെ വണ്ടി. പവർ കൂടുതൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടാണ് ഇരിക്കണം. സെയിം വണ്ടിയാണ് കണ്ട, തീ ആയിട്ടാണ് ഇരിക്കണം. എക്സോസ്റ്റ് കണ്ട എന്ത് സർവീസ് ചെയ്തോണ്ടിരിക്കുന്നു. എക്സോസ്റ്റ് ഇത് എഞ്ചിൻ വച്ചാൽ മതി. എക്സോസ്റ്റ് ഒക്കെ പിന്നാലെ എല്ലാം സെറ്റ് ആയിക്കോളും. എക്സോസ്റ്റ് ആയി. എടാ അവന്റെ എഞ്ചിൻ അത് എങ്ങനെയാടാ എത്ര ഡബ്ല്യു എക്സോസ്റ്റ് കൊടുത്തത് നീ? അറബിയുടെ കയ്യിൽ ഇല്ല ചാറ്റ് ഇത്രയും ഡബ്ല്യു എക്സോസ്റ്റ്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് മനസ്സിലായി. തെളിവ് ലൈവിലുണ്ട്. ലൈവില് തുടക്കം തൊട്ട് പാതി വെച്ചാണ് ഞാൻ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഓക്കെ. ഒരു തെളിവില്ല. ഇത് തെളിവ് തുടക്കം തൊട്ട്. കാറിലൊരു പെയിന്റ് അടിക്കണ പോലും തുടക്കം തൊട്ടുണ്ട്. ഡൗട്ടുള്ള കുണ്ണുകൾ നോക്കിക്കോ, തുടക്കം തൊട്ടുണ്ട് എല്ലാം. മനസ്സിലായില്ലേ? ഒരു ചാറ്റ് അറബിക്ക് ഇല്ല. അതുകൊണ്ട് അറബി അങ്ങനെ പറയണേ ചാറ്റ്. അറബിയുടെ കയ്യിൽ ഇല്ല. കണ്ട ഒരു കുണ്ണെ അറിയാം. നീ നോക്ക്, എനിക്ക് ലൈവ് തെളിവ് കിടക്കുമ്പോൾ നീ ഹാക്കെന്ന് പറഞ്ഞ എന്ത്? നീ പറഞ്ഞ എന്തൊരു തെളിവ്? ഹാക്ക ഒരു കുണ്ണേ ഇല്ല. നോക്കളിയാ തെളിവ് ഇവിടെ ഉണ്ട്. നീ തെളിവില്ലേ പറ? തെളിവുണ്ട് ഇവിടെ, തെളിവുണ്ട്. കൂടിയ കാറ് തന്നെ എന്നാലും ഫ്രീക്ക് കിട്ടി. നീ അന്ന് എനിക്ക് തരാത്ത നന്നായി. നീ അറിഞ്ഞോ അറിയാതെ എനിക്ക് തരാത്ത നന്നായി. തന്നിരുന്നിട്ട് എനിക്കിത് കിട്ടൂലായിരുന്നു.
തരാത്ത നന്നായി ഒരു ഗുണ്ണേ തരൂല. നീ എന്നിട്ട് ആ കാറ് തരാത്തല്ലേ? നിനക്ക് തരൂല. അന്ന് നീ ആ കാറ് വെച്ചാൽ തന്നില്ലല്ലേ? നിനക്ക് ഞാൻ നിന്റെ അടുത്ത് എത്ര കോയിൻ ചോദിച്ചാൽ 2000 നീ അത് വാങ്ങിച്ചോ? ആ കോയിൻ നീ ഇത് വാങ്ങിച്ചോ? എക്സോസ്റ്റ് വാങ്ങിച്ചോ? ആ ഓ നീ ക്യാപ്റ്റൻ്റെ അടുത്ത് പോയി അവ അയച്ചു തരും. അല്ലേ അത് തന്നെ വിണ്ടായി. ഞാൻ ഇവിടെ അന്ന് ചോദിച്ചോന്ന് എനിക്ക് തന്നില്ലല്ലേ? നിനക്കില്ല. എനിക്ക് തന്നില്ല. അന്ന് എത്ര രൂപ ഓഫർ ചെയ്തേണെന്നാ. ഇന്ന് അവൻ തരാത്ത നന്നായി. ആദ്യം എന്ത് W അല്ലെ? ഇപ്പൊ അവന്റെ എന്റെ സെയിം കാർ ഇരുന്നിട്ട് പോലും അവൻ എന്റെ എക്സോസ്റ്റ് ഇല്ല. കറുത്ത പെയിന്റ് അതിന് കറുത്ത അവന്മാര് തന്ന കാറല്ലേ? കളർ നമുക്ക് മാറ്റാല്ലേ? പെയിന്റ് മാറ്റാൻ നിനക്ക് അറിഞ്ഞൂടെ? ഓപ്ഷൻ ഉണ്ടല്ലേ? ഞാൻ പച്ചയും കൊണ്ടൊന്നുമല്ല അടിച്ചത്. ഞാൻ ഒരു നീല ചെറിയൊരു വേറെ ലൈറ്റ് നീല. അത് കളർ വേണം എനിക്ക് മാറ്റാന്നേ ഉള്ളൂ. ഒരു ഗുണയില്ല. ഓറഞ്ചും അല്ല ഒരു ഗുണയല്ല. ഇത് നോക്ക്, ഇത് സൂപ്പർ. എനിക്ക് വേണേ മാറ്റാന്നില്ലേ ഉള്ളൂ. ഓറഞ്ച് ആദ്യം വച്ച് നോക്കിയാണ് ഒരു ലൊട്ട. അന്ന് എനിക്ക് നന്നായിട്ട് തോന്നിയാണ് പെട്ടെന്ന് കണ്ടപ്പം. അന്ന് ഈ കാറ് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയാണ് ഓറഞ്ച് ലൊട്ട. ഇത് നോക്കി എക്സോസ്റ്റ് പൊട്ടുമ്പോൾ ഇതും കൂടെ ഇരിക്കാൻ സെറ്റ് ആയിട്ടുണ്ട്. ഇത് എനിക്ക് റെഡ് വയ്ക്കാം. ഓഫീഷ്യലാണ് റെഡ്. ഓഫീഷ്യൽ റെഡ് അല്ല. ഞാൻ ഇപ്പം റെഡ് വയ്ക്കാം ചാറ്റേ. ഓറഞ്ച് ലൊട്ട. ഇപ്പം നോക്കിയോ ഓഫീഷ്യൽ സാധനം ചാറ്റേ. ഓഫീഷ്യൽ റെഡ് അല്ലേ? ഞാൻ പറഞ്ഞു റെഡ് വയ്ക്കാൻ എന്തിനു കാണിക്കണം? റെഡ് വയ്ക്കാം. നീ പറഞ്ഞു തന്നാ. ഇനിയിപ്പോൾ പറഞ്ഞു തന്നെ റെഡ് വയ്ക്കിട്ട് പോയി. റെഡ് എവിടെ? ഓഫീഷ്യൽ റെഡ് ഫോക്സിന്റെ റെഡ് വയ്ക്കാൻ ഞാൻ എന്തിനാണ്? റെഡ് ഈ സാധനമുണ്ട് റെഡൊക്കെ. അപ്പോഴാണ് റെഡ് അല്ലെങ്കിൽ എനിക്ക് ഇതാണ്ട് ഈ കളർ വെച്ചാൽ ഈ കളർ വെച്ചാലും എൻ്റെ തീയാണ്. ഈ കളറോളം വയ്ക്കാം. അല്ലെങ്കിൽ മഞ്ഞ വയ്ക്കാം. എത്ര കളർ ഇത് ഏത് വെച്ചാലും മഞ്ഞ പിന്നെ ഒരു ഇതാണ്. എന്നാലും കണ്ട അല്ലെ എനിക്ക് വൈറ്റ് അടിക്കാം. വൈറ്റും W ആണ്. മനസ്സിലായില്ലേ? എനിക്ക് ഏത് വെച്ചാൽ ഇതിന് W ആണ്. നീ ഹെഡ്സെറ്റ് മാറ്റില്ല. നീ ഇപ്പൊ ഞാൻ കിക്ക് ചെയ്യും നോക്കിയോ. നീ ഹെഡ്സെറ്റ് മാറ്റി. നീ ഇപ്പൊ ഞാൻ കിക്ക് ചെയ്യും. ഹെഡ്സെറ്റ് മാറ്റുക. 1 10 വരെ എണ്ണം. 1 2 3 ആ മാറ്റി ശരിയാക്കി വിടാം. ഞാൻ ഇവിടെ കേൾക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ച മാറ്റതുണ്ട്. ഇപ്പൊ കേൾക്കാം. എനിക്ക് ഒട്ടും കേൾക്കാൻ പറ്റൂല. അവിടെ എക്സോസ്റ്റ് പൊട്ടിക്കുമ്പോഴാണ് നീ ഞാൻ കിക്ക് ചെയ്തപ്പോ കാണിച്ചു. നീ വയ്യോ ഇപ്പൊ കിക്ക് എടാ പൊട്ടണ കണ്ടാ ചാറ്റേ. എടാ നീ 5 മച്ച് കഴിഞ്ഞില്ല ഇതുവരെ. പൊട്ടണ ബ്രേക്കും W തന്നെ പിടിക്കണ. എക്സോസ്റ്റ് പറയാൻ പോലും പറ്റില്ല. ഒരു ഇത്രയും വലിയ വണ്ടി അടിച്ചവന് പറയാൻ പോലും പറ്റില്ല. നീ അന്ന് എനിക്ക് താരാത്ത നന്നായടാ റവി. നീ അന്ന് തന്നിരുന്നെങ്കിൽ ഇന്ന് എനിക്കിത് കിട്ടൂലായിരുന്നു. വയ്ക്കൂല. ഇത് തന്നെ വയ്ക്കും. ഇതാണ് മെയിൻ വണ്ടിയിലെ എക്സോസ്റ്റ് മാറ്റാനാ. ലൊട്ട എക്സോസ്റ്റ് വയ്ക്കണം. അസൂയ ചേട്ടാ. ഇതാണ് അസൂയ. റിയൽ അസൂയ. ലൈവിൽ തന്നെ കേട്ടോ. അറബിയിലെ അസൂയ എന്ന് പറഞ്ഞാൽ വേണം കണ്ടന്റാ. ഇത് എന്ത് ലൊട്ടത്തരം അളിയാ പറയണ. ലൈവ് ഇവിടെ തെളിവുണ്ട്. ചാറ്റിന് കുണ്ണയുണ്ട് ചെവിയുണ്ട്. അറബി കാണുന്നവന്മാർക്ക് എല്ലാം അറിയാം. ഇത് ഹാക്കാണ് ലൊട്ടയാണ് അന്ന് എല്ലാം അവന്മാർ കണ്ടോണ്ടിരിക്കും. തന്നെ കാണുന്നവർക്കറിയാം. ഇത് കണ്ടന്റ് ഇട്ടില്ലെങ്കിൽ പിന്നെ വേറെ എന്തൊരു കണ്ടന്റ് ഇല്ല. ഇത് കണ്ടന്റ് എക്സോസ്റ്റ് കണ്ടന്റ് ചാറ്റ്. അറബി അമ്പായിരുന്നു. എക്സോസ്റ്റ് കൊണ്ട് അമ്പായിരുന്നു അവൻ. നോക്ക് നീ എവിടെ വേണേലും പോയി നോക്ക്. ഡൗട്ട് ഉണ്ട് ലൈവ് എടുത്ത് നോക്കിക്കോ. ഇടിയില്ല സാധനം 4 നോക്കാൻ തീ. അതിന്റെ മെക്ലാരൻ ഇല്ല. അതാണ് എന്റെ സംശയം. മെക്ലാരൻ ഇല്ല, ഇതിനുണ്ട്. അത്രക്ക് തീ സാധനം. നിനക്ക് നീ പറഞ്ഞോണ്ടിരിക്കാനായിട്ട് നിനക്ക് മെക്ലാരൻ ഉണ്ടാ? ഇല്ലല്ലേ? അപ്പൊ നീ ഉള്ള വെച്ച് ഓടിച്ചോണ്ടിരി. നീ ഒരു 50,000 വരെ കാർ വാങ്ങിച്ച് ഓടിച്ചോണ്ടിരി. നീ മെക്ലാരൻ പോലും ഇല്ല നിനക്ക്. എനിക്ക് മെക്ലാരൻ ഉണ്ട്. നിനക്ക് മെക്ലാരൻ ഇല്ല. എനിക്ക് നീ എടുക്കും. എടുത്തു 10,000 രൂപ. നീ പൈസ മുടക്കാതെ 10,000 രൂപയ്ക്ക് നീ എടുക്കൂ. ഓക്കെ എടുത്തോ.
അല്ല മെക്ലാരൻ വേണ്ട BMW മറ്റേ ഒന്നെങ്കിൽ ക്യാപ്റ്റൻ കുണ്ണ എടുത്താൽ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ അത് വലിയ 5 മിനിറ്റത്തെ കാര്യമുള്ളൂ വിഷയം കംപ്ലീറ്റ് ആയി കിട്ടും. അല്ലെങ്കിൽ അങ്ങനത്തെ ആ BM അല്ല BM മറ്റേ കൂടിയ BM കൂടിയ ഇപ്പോഴത്തെ പുതിയ മോഡൽ BM അറിഞ്ഞൂടെ മോഡൽ BM എന്ന് വെച്ചാൽ ഒറിജിനൽ പൈസക്കാണ്. അതായത് എന്തായാലും എടുക്കൂല. അത് എടുത്താലും ഒറിജിനൽ പൈസക്ക് എടുക്കണമെങ്കിൽ പൈസക്കല്ല അത് മഞ്ഞക്കോയും വേണം. 20,000 മഞ്ഞക്കോയും വേണം. 20,000 മഞ്ഞക്കോയിന കുണ്ണ 10,000 മുകളിലോട്ട് അതിൻ്റെ അകത്ത് കാറില്ല. നീ ഏത് കാറ് പറയണം? അതിൻ്റെ അകത്ത് 10,000 കാർ ഇല്ലല്ല. ഏത് 20,000 മഞ്ഞക്കോയിൻ? നീ 2,000 മഞ്ഞക്കോയിൻ വെച്ച് എടുത്തോട്ട് അറിവി. എൻ്റെ 10,000 മഞ്ഞക്കോയിൻ വെച്ചെടുത്ത കാറുണ്ട്. എൻ്റെ 10,000 എൻ്റെ നീ 2,000 വെച്ചുള്ള എടുത്തു. എൻ്റെ 10,000 വെച്ചുള്ള ഉണ്ടളിയാ. എൻ്റെ 10,000 ഉള്ള ഇതുണ്ട്. നീ നോക്ക് പോയിട്ട് സംശയമുണ്ട്. പൊട്ടാണ് BM അന്ന് പുതിയ അപ്ഡേറ്റ് വെച്ച് കൊണ്ടുവരുന്നത് ഒരു 10,500 രൂപ ഒരെണ്ണമാണ്. സംഭവം എന്തായാലും കിട്ടിലായിട്ടുണ്ട് ചേട്ടെ. ഫ്രീക്ക് കിട്ടിയ കാറ് കണ്ട. ഇതാണ് ചേട്ടെ കാറ്. ഫ്രീക്ക് കിട്ടിയ കാറ്. ഫസ്റ്റ് ഇരുന്നൊരു കാറായിരുന്നു നൈസിന്റെ. ഏത് മറ്റേ ഇല്ല പച്ചേ ക്യാപ്റ്റൻ ഊക്കി വിട്ടതാ. അത് നീ കളർ മാറ്റിയല്ലേ വെള്ളയാക്കിയത്. അറബിന്നും പറഞ്ഞ് അടിച്ചുകൊണ്ട് വന്നത്. ആ കാറല്ല വേറൊരു കാറുണ്ടോന്നല്ലേ മേളിൽ ഗിയർ ഉള്ളത്. അതേത് കാറ് ഞാൻ അറിയാതെ. നിനക്ക് ഏത് കാറല്ല അത്? വേറെ കളി തുടങ്ങിയപ്പോൾ ഒരു കാറുണ്ടല്ലോ അല്ലേ ആലോട്ടെ. അത് നീ എന്തിനാക്കി അത് വെച്ചോണ്ട് നിനക്ക് അത് മാനുവൽ മാറ്റാൻ പോലും അറിഞ്ഞൂടില്ല. നീ അത് ചെന്തിരിക്കേ അത് മോഡിഫൈ അത് എത്ര രൂപയുടെ കാറ്? അതൊക്കെ പൈസ കുറവാണ്ടാണ്. 50,000 അതൊന്നും പവർ പോലെ നിൽക്കൂല. 50,000 രൂപയ്ക്കുള്ള കുണ്ണയൊക്കെ എന്തിരിക്കാൻ ലൊട്ട സാധനം. ഞാൻ 500 കോയിൻ്റെയാണ് അന്ന് എടുത്തു വെച്ചത് ഫസ്റ്റ്. ഒരു ചുമന്ന കാറ്. അത് ഇപ്പോഴും എൻ്റെ ഇരിപ്പുണ്ട്. അതിനുശേഷമാണ് റൊണാൾഡോയുടെ കാറ്. നിനക്ക് നോക്കിയൊന്നും എടുക്കാൻ അറിഞ്ഞൂടാ. ഏതൊക്കെയാ എടുത്തോണ്ട് വന്നേണ്. മൊത്തം എത്ര കാറുണ്ട്? 10 കാറുണ്ടാ? നോട്ട് 1 2 3 4 6 കാറുണ്ടല്ലേ? 6 കാർ. ഓക്കെ എൻ്റെ 20 കാറേ ഉള്ളു. ഒരു മെക്ലാരന് പിന്നെ ഈ കാറും അങ്ങനെ കുറച്ച്. അത് എൻ്റെ ഇരിക്കുന്ന കാറെന്ന് വെച്ചാൽ ലൊട്ടയല്ല. ചുമ്മാ എണ്ണം കൂട്ടാൻ വേണ്ടി വാങ്ങിച്ചിരിക്കണ ലൊട്ടയല്ല എൻ്റെ ഉള്ളതൊന്നും. ഇതുപോലത്തെ ഐറ്റങ്ങളാണ് ഇരിക്കണം. ഈ കാർ 4 മാസം വെറും 4 മാസം 94 ആയിട്ടുണ്ട്. 90. നീ ഇതുവരെ കഴിഞ്ഞ പോലും ഇല്ല നിന്റെ വണ്ടി. ഇതുവരെ കഴിഞ്ഞ പോലും അവന്റെ. എനിക്ക് നീ 88,000 രൂപ എഞ്ചിന് കൊണ്ടുപോകാൻ. ഞാൻ ഇവിടെ 1.5 ലക്ഷത്തിന്റെ എഞ്ചിനുമായിട്ടാണ് നിൽക്കുന്നത്. അത് പൈസ ഇല്ല. പൈസ ഇവന്റ് കളി ഫുള്ള് പൈസ കിട്ടണത് കടയെന്ന്. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേ വേണം. നീ കുണ്ണക്കട വാങ്ങിക്കണം. കുണ്ണക്കട വാങ്ങിക്കാൻ ഞാൻ തിരിയാൻ പറ്റും. വന്ന് കിടക്കും. 19,000 രൂപ 5 ലക്ഷം 10 ലക്ഷം രീതിയിൽ അത് വെച്ച് കിട്ടും. നല്ല രൂപ കിട്ടും. ഞാൻ അന്നേ പറഞ്ഞാണ് നീ വാങ്ങണ്ട. എനിക്ക് ഇത്രയും പൈസ അവിടെ നിന്ന് കിട്ടണ ചുമ്മാ പറയണ. എന്തിനു പറയണ? ഒരു 88,000 രൂപയ്ക്ക് ഒരു എഞ്ചിൻ വെച്ചിട്ട് വന്നിട്ടുണ്ട്. നോക്കാൻ ചേട്ടൻ. അതെ ഉള്ളു. ആദ്യം ഗെയിമിൽ കയറി. നീ ഗെയിമിൽ കയറി പൊട്ടിയിര്. നീ എന്റെ റൂമിട് റവി റൂമിട്. സോളായി പോയി വെയിറ്റ് ബേക്കടിയിട്ട്. ഇടയുടെ റൂമിട് മൾട്ടിപ്ലെയർ ഇട. ഞാൻ വരാടാ റബി. എൻ്റെ കാറും കൊണ്ട് ഞാൻ വരാം. റെഡ് ഫോക്സ് വന്നടാ റബി. റെഡ് ഫോക്സ് വന്ന്. എന്താണ് ഈ കാറിന്റെ എക്സോസ്റ്റ് പൊട്ടാത്ത? പറഞ്ഞുതരാം. ഇങ്ങി പറഞ്ഞുതരാം പാപ്പ.
വാടാ റബി വരണ്ടേ, നിനക്ക് വരണ്ടെങ്കിൽ ബാ. കാർ വാഷിന്റെ അവിടെ നീ കാർ വാഷ് നീ ഇങ്ങ വാ, ഇവിടെ വന്നേ പറ്റൂ, നീ ഇവിടെ വാ, ഇവിടെയാണ് കാർ വാഷ്. നീ അവിടെ കാർ വാഷിന്റെ അവിടെ തന്നെ വന്ന ഇവിടെ വന്ന് എവിടെ നീ അവിടെ പോയാ വാ, ഇങ്ങ കേറ്, ഇങ്ങ വാടാ, ഇങ്ങ വാ, ഇങ്ങ കേറി വാ. അവിടെ നിർത്ത്, നീ ഫ്രണ്ടിൽ കൊണ്ടു, എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്ത്, എൻ്റെ ഫ്രണ്ടിന്റെ വണ്ടി കൊണ്ട് നിർത്ത്, നീ അവിടെ ഇതാക്കി വെച്ചേക്കൊണ്ട് വണ്ടിയെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്ത്. അറബി ഈ സ്ഥലം ഓർമ്മയുണ്ടോ അറബി? ഇവിടെ വച്ചാണ് ഈ വണ്ടി ഞാൻ ചോദിച്ച, ഇവിടെ വച്ചാണ് ചേട്ടാ ഈ വണ്ടി ഞാൻ ചോദിച്ച, ഇവിടെ വെച്ച് ഈ വണ്ടി ചോദിച്ചാണ്. ഇപ്പൊ ഈ വണ്ടി എന്റെ വണ്ടിയുടെ മുന്നിൽ ഒന്നുമല്ല, അത് സെയിം വണ്ടി ആയിരുന്നിട്ട് പോലും ഒന്നുമല്ല. സെറ്റാക്കാൻ എന്തൊരു സെറ്റാക്കാൻ, നിനക്ക് അറിഞ്ഞൂടെ എങ്ങനെ സെറ്റാക്കണോന്ന്? ഞാൻ സെറ്റാക്കി ചാറ്റ്, ഇതാണ് ചാറ്റ് വീഡിയോ. സെയിം വണ്ടി ആയിരുന്നിട്ട് പോലും പവർ കയറി ഇരിക്കണം എന്റെ വണ്ടി. നീ കണ്ടല്ലേ ഞാൻ പൊട്ടിക്കണം മൊത്തം ലൈവിൽ, നീ ഒരു 6-7 തവണ നീ പൊട്ടിച്ചാണ് ഞാൻ കണ്ടിട്ട്. ഡിഫറൻസ് ചാരി ഇതാണ്. നേരത്തെ എന്തിനാ പൊട്ടിന്നൊക്കെ പറഞ്ഞ അവിടെ ഒന്നും പൊട്ടിയില്ല എന്ന് ഏത് വർഷം ഇനി പൊട്ടിക്കാൻ? ഒന്നും പൊട്ടിക്കാൻ ഇല്ല കണ്ടാ ചേട്ടേ, അന്ന് ചോദിച്ചത് ഇപ്പൊ കണ്ടാ ചേട്ടേ, അന്ന് ചോദിച്ചത് ഇത്രേ ഉള്ളു. ഹെഡ്സെറ്റ് മാറ്റി സ്പീക്കറിന്റെ അടുത്ത് സംസാരിക്കും. ചേട്ടേ കണ്ടല്ല, ഇതാണ് ചാറ്റ വീഡിയോ, അവന് 4 എക്സോസ്റ്റ് ഉണ്ടേ, എനിക്ക് 4, അവന് 4 ഇല്ലെന്ന്. അവന് 4 എന്തിന് അപ്ഗ്രേഡ് ചെയ്ത വെറും 5000 രൂപയ്ക്ക് അപ്ഗ്രേഡ് ചെയ്തേ ഉള്ളു. വെറും 5000 കൂടിയ പൈസ. നീ ലൈവ് നോക്ക, 5000 രൂപയ്ക്കാണ് ഞാൻ അപ്ഗ്രേഡ് ചെയ്തത്. കൂടിയ പൈസ 5000 രൂപ, 2 എണ്ണം അവിടെ ഉണ്ടായിരുന്നു 5000 രൂപയ്ക്ക്. നീ എന്ത് ലൈവ് നോക്കാൻ? നീ ചുമ്മാ 6000, 7000, 10000 രൂപ എന്ന് മാറ്റി പറഞ്ഞാൽ ഞാൻ ചെയ്ത് എനിക്ക് അറിഞ്ഞൂടെ? വെറും 5000 രൂപയ്ക്കാണ് ഞാൻ ചെയ്തത്. എടാ ഇവന്മാരെനിക്ക് തന്നിട്ടില്ല, തന്നതാണിപ്പോ നീ കാണണ. ഇവന്മാര് എനിക്ക് കിട്ടിയപ്പോ തന്നെ ഇത്തിരി നല്ല തന്ന്, മനസ്സിലായില്ലേ? അത് പിന്നെ ഒരു മറ്റേ ഇതിൽ വേറെ പ്രശ്നമൊന്നും വരായിരിക്കും ചെയ്തേട്. 5000 രൂപയ്ക്കൊന്നും ഇത്തിരി നല്ല കിട്ടിയല്ല, അവന്മാർ എനിക്ക് തന്നതിന് ഇത്തിരി നല്ലതാണ് തന്നത്, മനസ്സിലായില്ലേ? ഇത്രയും നല്ലതാണ് എനിക്ക് തന്നത് തന്നെ. 235 കോയിൻ ചാറ്റേ, 30,37,165 രൂപ, 235 കോയിൻ, സുപ്രീം റാങ്ക് ചാറ്റേ. സൈനിങ് ഓഫ്, നാളെ കാണാം. അവിടെ ലൈവ് എൻഡ് ചെയ്യണം ചാറ്റേ. നീ അവിടെ നോക്കി രസിച്ചോണ്ടിരുന്നോ? എന്തോന്നാ നീ അതുകൊണ്ട് പോണാ?